ഡൊണാൾഡ് ട്രംപിനാണ് ഒരു ഉപദേഷ്ടാവുണ്ട്, ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ്. അപ്പം നമുക്ക് ചരിത്രം എടുത്ത് നോക്കിയാലും ഇതിഹാസം എടുത്ത് നോക്കിയാലും ഒക്കെ മനസ്സിലാവും, ഈ രാജാക്കന്മാർക്ക് ഉപദേഷ്ടാവ് ആയിട്ട് വരുന്ന ആൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ രാജാവ് മണ്ടനും കൂടെ ആണെങ്കിൽ ഉള്ള അവസ്ഥ വേറൊരു ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ട്രംപിൻ്റെ ഈ സാമ്പത്തിക ഉപദേഷ്ടാവ്, ഈ സാമ്പത്തിക നയത്തിന് ഇപ്പോൾ അവരുടെ ഫെഡറൽ കോടതി തന്നെ എടുത്ത് കാട്ടിൽ കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന് എന്തോ മണ്ടത്തിനാണ് താൻ കാണിക്കുന്നത് എന്നൊക്കെയാണ് അവിടുത്തെ ഫെഡറൽ കോടതി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പീറ്റർ നവാരോ, സാമ്പത്തിക ഉപദേഷ്ടാവ് ട്രംപിൻ്റെ. ഇയാൾ നിരന്തരം ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ ഇദ്ദേഹം പുതിയൊരെണ്ണം പറഞ്ഞു വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇന്നലെ ഈ ട്രംപും പുടിനും മോദി ഒരു കാറിൽ സഞ്ചരിക്കുന്നു, ഷീ ജിൻപിങ്ങും ഒക്കെ ആയിട്ട് ഇവർ മൂന്നുപേര് നിൽക്കുന്ന ഫോട്ടോ വരുന്നു. ഇവനൊരു മൂവർ സംഘം, ഒരു ത്രിമൂർത്തികളായിട്ട് ഇവർ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറുമെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ട്രംപ് വിരളി പൂണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പീറ്റർ നവാരോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അതിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇയാൾ എന്തിനാണ് ഈ പുടിനും ഈ ഷീ ജിൻപിങ്ങിനും ഒക്കെ കിടക്ക വിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഈ വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്, കിടക്ക വിരിക്കുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് അയാൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം ഇയാൾ വിൽക്കുകയാണ്, ഈ മോദി വിൽക്കുകയാണ്, ബ്രാഹ്മണന്മാർക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ബ്രാഹ്മണനാണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ചില ആർട്ടിക്കിളിൽ വായിച്ചു, പുട്ടിനെയൊക്കെയാണ്, പുട്ടിൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇനി ഇവരങ്ങനെ വിളിക്കാറുണ്ട്, ഓർത്തഡോക്സുകാരെ ആ ഒരു രീതി, എലൈറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരെയാണോ ഇനി ബ്രാഹ്മണരെന്ന് വിളിച്ചത്? അതോ ഇനി ഇയാൾ എന്താണ് പറയുന്നത്? ഈ വിജയ് പറഞ്ഞതുപോലെ ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി അങ്ങനെയാണ് ഒരു ചൊല്ലുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഉപദേഷ്ടാക്കളും കൂടെ നിൽക്കുന്നവരും ഇനി അതല്ലാതെ സ്വയം ട്രംപും ഒക്കെ കൂടെ ചേർന്ന് കാണിച്ചു വെക്കുന്ന കുഴപ്പങ്ങൾ പെട്ട വല്ലാതെ ഉഴറി നിൽക്കുകയാണ് ട്രംപ്. എന്താ പറയേണ്ടതെന്നറിയാതെ ഒരുമാതിരി പിച്ചും പേയും പുലമ്പുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ട്രംപ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തൊക്കെയോ ഒരു എണ്ണം വരവോടുകൂടി ട്രംപ് പെട്ടെന്ന് വല്ലാത്ത ഒരു ആവേശത്തോടു കൂടി കാണിച്ചു കൂട്ടിയതെല്ലാം അബദ്ധത്തിലായി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ചുങ്കം വെറുതെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് ഈ ഉടമ്പടികളും കരാറുകളും വ്യാപാര ഉടമ്പടികളും ഒക്കെ ഉണ്ടാകുന്ന ദീർഘനാളത്തെ ചർച്ചയ്ക്ക് ശേഷവും, അല്ലെങ്കിൽ എന്താണ് പരസ്പരമായ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെയാണോ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് വ്യാപാരത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. നമ്മൾ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിലെ ഒരു സാധാരണ കാര്യം മാത്രമാണത്. പക്ഷേ ഇതൊന്നുമല്ലാതെ ട്രംപ് അധികാരത്തിൽ കയറി ഉടൻ തന്നെ അദ്ദേഹം ചാടിക്കയറി ഈ വല്ലാത്ത വിധത്തിൽ ചുങ്കം വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അതിനെ കയറി പ്രതിരോധിച്ചത്, അതിനെതിരായിട്ട് അടിച്ചത്. ഒരിടത്തും ട്രംപ് ഉദ്ദേശിച്ച വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളും, ഓരോ വിധത്തിൽപ്പെട്ട സൈനിക ഉപദേഷ്ടാവായാലും സാമ്പത്തിക ഉപദേഷ്ടാവായാലും ഓരോരുത്തരും ഈ കാര്യങ്ങളെ കാണുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമാണ് ഇദ്ദേഹവും ഇങ്ങനെ ഒരു അബദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഇവിടെ പക്ഷേ അതിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, റഷ്യയും ചൈനയും ഒക്കെ ജനാധിപത്യ രാജ്യങ്ങളല്ലല്ലോ, അവിടെ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. ഒരു അങ്ങനെ സങ്കല്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ, അതെ, ഏകാധിപത്യ രാജ്യങ്ങളാണ്. അത് ജനാധിപത്യ രാജ്യങ്ങളല്ല. അവിടെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. അതേസമയം അമേരിക്കയും ഇന്ത്യയും ഒക്കെ എന്ന് പറയുന്നത് വേറൊരു ശ്രേണിയിൽപ്പെട്ട രാജ്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശം, അങ്ങനെയാകാം ഉദ്ദേശം. അമേരിക്കയും ജനാധിപത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്വച്ഛാധിപത്യ രാജ്യങ്ങൾക്കും ഏകാധിപത്യ രാജ്യങ്ങൾക്കും ഒക്കെ കീഴെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളല്ല. നമ്മളാണ് കുറച്ചുകൂടെ പരിഷ്കൃതം. ഈ ജനാധിപത്യമാണല്ലോ കുറച്ചുകൂടെ പരിഷ്കൃതമായ ഒരാശയം എന്ന് പറയുന്നത്. ഏകാധിപത്യ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിട്ട് കുറേ കാലം ആയില്ലെങ്കിൽ ലോകം ഇന്ന് ഏകാധിപത്യ രാജ്യങ്ങൾ, രാജാക്കന്മാരെന്ന് പറയുമ്പോൾ തന്നെ അത് ഏകാധിപതികളായിരുന്നല്ലോ. അപ്പോൾ അത്രക്കാരുടെ കീഴിൽ ഉള്ള രാജ്യങ്ങളായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഇപ്പോൾ റഷ്യയൊക്കെ കമ്മ്യൂണിസം വന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ട് മാറി. അവിടെയും ഏകാധിപത്യമാണ്. അപ്പോൾ ഏകാധിപത്യം എന്ന് പറയുന്ന ലോകത്തൊരു ചരിത്രമുണ്ട്. ജനാധിപത്യമാണ് ഇത് പരിഷ്കൃതമായ ഒരു. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഡൊണാൾഡ് ട്രംപുരാനെന്നുള്ള വാക്ക്. അല്ല പറയട്ടെ, ഇങ്ങനെ സംഭവിച്ചു വന്നിരിക്കുന്ന ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പം അങ്ങനെയുള്ള രാജ്യമാണ് നമ്മുടേത് എന്നാണ് അദ്ദേഹം ഭംഗ്യന്തരയോടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഫലത്തിൽ ഞാനും പറഞ്ഞു വന്നത് അത് തന്നെയാണ്. കാരണം ഫലത്തിൽ ഇപ്പോൾ ഈ എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളെക്കാളും ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം അവിടെ കോടതി ഈ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നിലനിൽക്കുന്ന കാലൊന്നും പറഞ്ഞു കഴിഞ്ഞു. അതിനെതിരായിട്ട് ട്രംപ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഏകപക്ഷീയമായിട്ടും തന്നെത്താനും ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തതെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ വാദഗതിക്ക് അധികാരമൊന്നുമില്ല. പിന്നെ ബ്രാഹ്മണ്യം എന്ന ഉദ്ദേശിച്ചത് ഈ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയാണ് ചിലപ്പോഴേ.
ഇയാളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ്യം എന്നൊരു പദം ഉണ്ട്. അത് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളൊരു നമ്മുടെ ഭാരതീയതയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു പഠനം നടത്തുകയാകാം എന്നുള്ളതാണ്. ഫലത്തിൽ ഈ സംഭവിച്ചതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്ഹായ് ഉച്ചകോടി മുതൽ ഒരു പുതിയ ലോകക്രമം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അവിടെ ഇന്ത്യക്ക് ലഭിച്ച സ്വീകാര്യത എന്ന അല്ല പറയേണ്ടത്. കാരണം അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ചൈന ഇന്ത്യയെ അനുകൂലിച്ചിരിക്കുന്നു എന്നതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അന്താരാഷ്ട്ര വേദിയിൽ ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല കാശ്മീർ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്രവൽക്കരിച്ച് കുളവാക്കുന്ന കാര്യത്തിൽ ചൈനയുടേതായ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു ശക്തമായ എതിർപ്പുകൊണ്ടും കരുത്തായ പ്രതിരോധം കൊണ്ടും നമ്മൾ നിലനിൽക്കുകയാണല്ലോ. പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിർത്തി തർക്കം എന്ന് പറയുന്നത് അത്ര രൂക്ഷമായിരുന്നു. 1949 ചൈനീസ് റിപ്പബ്ലിക്, ജനകീയ റിപ്പബ്ലിക് എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെട്ടത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ഇതിനുശേഷം ഇന്നേ വരെ ഊഷ്മളമെന്ന് പറയാവുന്ന ഒരു നല്ല ബന്ധം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് ഉണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ സംവിധാനം ഉണ്ടാക്കി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ചൈന ഇന്ത്യയെ കയറി ആക്രമിച്ചത്. അത് ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഞാൻ പറഞ്ഞ പഞ്ചശീല തത്വങ്ങൾക്ക് ചൈനയെ വിശ്വസിച്ചുകൊണ്ട് ചെയ്ത കാര്യത്തിൽ പോലും ചൈന ഇന്ത്യക്കെതിരായ നിലപാട് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴാണ് ചൈന വളരെ കൃത്യമായ ഒരു നിലപാട് ഇന്ത്യക്ക് അനുകൂലമായി എടുത്ത ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നതെന്ന് പറയുന്നത് ഇപ്പോഴാണ്. അതിന് കാരണമായത് ട്രംപിൻ്റെ ഈ അനവസരത്തിലുള്ള എന്താ പറയുന്നത് വല്ലാത്ത പ്രവർത്തനം. ഇതിന് ട്രംപ് ആകപ്പാടെ ഇളിഭ്യരായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻ DGP സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടു. അതിൽ പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ ഒരു ഊഷ്മളമായ ബന്ധം ഉടലെടുത്ത് വരുന്നുണ്ട്. ഇതിന് കാരണമായത് ട്രംപാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കാം. അത് പറഞ്ഞപ്പോഴേ നോബൽ സമ്മാനമാണ് ഏറ്റവും വലിയ. ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് എഴുതിയിരുന്നു ഈ 2 ദിവസം മുമ്പ്. നമ്മളാരും പറയുന്നതല്ല, മറ്റു രാജ്യങ്ങളും പറയുന്നതല്ല. ഈ നോബൽ പ്രൈസിന്റെ കാര്യത്തിൽ ഇന്ത്യ ട്രംപിനെ അനുകൂലിക്കാതിരുന്നത് കൊണ്ടാണ്, അല്ലെ ഇന്ത്യ ട്രംപിന്റെ പേര് നിർദ്ദേശിക്കാതെ ഇരുന്നതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ വല്ലാതെ ക്ഷുഭിതനാക്കിയിരിക്കുന്നത്. കാരണം ട്രംപ് അങ്ങ് ധരിച്ചു വശായി. നോബൽ സമ്മാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ കൂടെ നിൽക്കും, ഫ്രണ്ടാണല്ലോ. ഒരു ട്രംപും മോഡിയും ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ വിവക്ഷയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ നോബൽ സമ്മാനത്തിന് വേണ്ടി ട്രംപിൻ്റെ പേര് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞു. അതിന് പലതവണ പറഞ്ഞു നോക്കി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ അത് നമ്മൾ നിഷേധിച്ചപ്പോൾ മുതൽ ട്രംപ് പൊട്ടിത്തെറിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യക്കകത്തുള്ള ചർച്ചക്കൊഴികെ ബാക്കി ആർക്കും സംശയം ഉണ്ടാകാത്ത വിധത്തിൽ ഇന്ത്യക്കകത്ത് ചില ആളുകൾക്ക് സംശയമുണ്ട്. കാരണം എന്താണ് പറയുന്നത്, ഒരു വിദേശ ഇടപെടലും കൂടാതെയാണ്, ഒരു വിദേശ സമ്മർദ്ദവും കൂടാതെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ആക്രമണം നിർത്തിവെച്ചതെന്നുള്ളത്. ഇന്ത്യ ആക്രമിക്കുകയല്ലല്ലോ ചെയ്തത്, അത് ഒരു തീവ്രവാദ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിക്കുക ചെയ്തത്. അവർ അതിർത്തി കയറി നടത്തിയ ഒരു തീവ്രവാദത്തിന് അവർ ചെയ്ത് കൊടുത്ത ഒരു സഹായത്തിന് അവരുടെ സൈനിക കേന്ദ്രങ്ങളും തീവ്രവാദ കേന്ദ്രങ്ങളും തകർക്കുന്ന ഒരു പരിപാടി ചെയ്തത് ഇന്ത്യ നിർത്തിവെച്ചത് അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും അവർക്കുണ്ടായ നാശനഷ്ടം വർദ്ധിച്ചു വന്നുകൊണ്ടും അവർ കയറി ആവശ്യപ്പെട്ട് കൊണ്ട് ഇന്ത്യ നിർത്തിവെച്ചതാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിലും പറഞ്ഞില്ല. അപ്പോഴാണ് ഇവിടെ ചില ആളുകൾക്ക് സംശയമുണ്ട്. ഇതുവരെ അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് ആണ് മോഡി ഈ കാര്യങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ്. ഇത്ര സൈലൻ്റായി നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നു എന്ന് മാത്രമല്ല കൃത്യമായ അടി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ പുതുതായി ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് രൂപപ്പെട്ടു വരുന്ന ഐക്യം, അതിലേക്ക് ഇപ്പോൾ ഇന്ന് ഈ സൗത്ത് കൊറിയയുടെ ഈ പ്രസിഡന്റ് ചൈനയിൽ എത്തുന്നുണ്ടല്ലോ. കൊറിയയും ജപ്പാനും ആസ്ട്രേലിയയും ചേർന്ന് പുതിയൊരു വ്യാപാരക്രമം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് നമ്മളോട് ചേർത്ത് നിർത്താനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ ഈ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന അഭിപ്രായം എന്ത് ബ്രാഹ്മണ്യമാണ്? ഇനി ഇവരെ ബ്രാഹ്മണരായി കരുതിയാണോ അതോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ, അതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും ഇല്ലല്ലോ ട്രംപിന്. അത് വെച്ചാണോ ട്രംപിൻ്റെ ഉപദേഷ്ടങ്ങൾ? എന്തായാലും പണ്ട് ഈ ദുര്യോധനൻ ചെന്ന് ഈ കൊട്ടാരത്തിൽ ചെന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഇന്ദ്രപ്രസ്ഥരി നിർമ്മിച്ചു കൊടുത്തവിടെ ചെന്ന് ജലഭ്രാന്തി ഉണ്ടായി, അതേ ഉരുണ്ട് വീണൊരവസ്ഥ ഉണ്ടായി. ആ അവസ്ഥയിൽപ്പെട്ട് നിൽക്കുകയാണ് ട്രംപ് ഇപ്പോഴെന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹവും അനുയായികളും ഉപദേഷ്ടാക്കളും നടത്തുന്നത്.